തെരഞ്ഞെടുപ്പിൽ തന്റെ ഭൂരിപക്ഷം പ്രവചിച്ച വ്യക്തിക്ക് സ്വർണ്ണ നാണയം സമ്മാനം നൽകി ബി.ജെ.പി. സ്ഥാനാർത്ഥി. പാലക്കാട് കുടുംബ പഞ്ചായത്തിലെ 7-ാം വാർഡിൽ നിന്ന് വിജയിച്ച എൻ.ഡി.എ സ്ഥാനാർത്ഥി ദീപക്കാണ് തെരഞ്ഞെടുപ്പ് ഫലം പ്രവചിച്ച ആൾക്ക് സ്വർണ്ണ നാണയം സമ്മാനമായി നൽകിയത്. ഫലം പ്രവചിക്കുന്ന ആൾക്ക് സ്വർണ്ണ നാണയം സമ്മാനം നൽകുമെന്ന് നവമാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തിരുന്നു. അതിൽ ശബരി ഗിരീഷ് എന്ന വ്യക്തി 2019 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ദീപക് വിജയിക്കുമെന്ന് കൃത്യമായി പ്രവചിക്കുകയായിരുന്നു. തെരഞ്ഞെടുപ്പിൽ പലതരം ബെറ്റുവെക്കലുകൾ നമ്മൾ കണ്ടിട്ടുണ്ടാകും. പാലക്കാട് കൊടുമ്പ് പഞ്ചായത്ത് 7-ാം വാർഡിലെ ബി.ജെ.പി. സ്ഥാനാർത്ഥി ദീപക് തന്റെ വാർഡിലെ തെരഞ്ഞെടുപ്പ് ഫലം പ്രവചിക്കുന്ന വ്യക്തിക്ക് സ്വർണ്ണ നാണയം സമ്മാനം നൽകുമെന്നായിരുന്നു നവമാധ്യമങ്ങളിലൂടെ അറിയിച്ചത്. പിന്നാലെ നിരവധി കമന്റുകൾ പോസ്റ്റിന് താഴെ പ്രത്യക്ഷപ്പെട്ടു. അതിൽ ശബരി ഗിരീഷ് എന്ന വ്യക്തി 219 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ദീപക് വിജയിക്കുമെന്ന് കൃത്യമായി പ്രവചിക്കുകയായിരുന്നു. പ്രവചനം സത്യമായതോടെ ദീപക് ശബരി ഗിരീഷിന് സ്വർണ്ണ നാണയം സമ്മാനം നൽകി. കൃത്യമായി വോട്ട് പ്രവചിക്കുന്നവർക്ക് ഒരു ഗോൾഡ് കോയിൻ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് FB-യിൽ ഏകദേശം 1600 കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. വാട്സപ്പിൽ 400ഓളം കമന്റ്സുകൾ വന്നിട്ടുണ്ടായിരുന്നു. പേഴ്സണൽ മെസ്സേജുകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2200ഓളം ഇത് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ കൃത്യമായിട്ട് വോട്ടാരും പ്രവചിച്ചിട്ടില്ല. എന്നാലും പുള്ളി ആ ഇലക്ഷൻ കഴിഞ്ഞ് വോട്ടെടുപ്പ് കഴിഞ്ഞ രാത്രി മൂപ്പര് 219 ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് പറഞ്ഞു. കൃത്യമായിട്ട് 219 ഭൂരിപക്ഷത്തിൽ വിജയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഒരു വാക്കുണ്ടല്ലോ, അത് പാലിക്കണമെന്ന് തോന്നി. എന്നാൽ ശബരി ഗിരീഷ് സ്വർണ്ണ നാണയം ദീപക്കിന് തന്നെ തിരികെ നൽകുകയും വാർഡിലെ ജനങ്ങളുടെ ക്ഷേമത്തിനായി അത് വിനിയോഗിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ദേശീയ രാഷ്ട്രീയം വളരെ വ്യക്തമായി നിരീക്ഷിക്കുന്ന ഒരാളാണ് ഞാൻ. അതിനിടയിൽ ഇങ്ങനെ ഒരു പ്രവചിക്കാൻ തോന്നി. അപ്പം ഞാനൊന്നും പറഞ്ഞു, അത് ശരിയായി. അപ്പം ഞാനിത് വളരെ സന്തോഷപൂർവ്വം ഇനിയും നല്ല വികസന കാഴ്ചപ്പാടോടുകൂടിയിട്ട് ജനങ്ങളുടെ എന്താവശ്യമുണ്ടെങ്കിലും അത് നിറവേറ്റാൻ എൻ്റെ ഈ ഒരു ഇതുകൊണ്ട് കഴിയട്ടെ എന്ന് പറഞ്ഞിട്ട് തിരിച്ചേൽപ്പിക്കുകയാണ്. വളരെ സന്തോഷത്തോടു കൂടിയിട്ട് തന്നെയാണ് തിരിച്ചേൽപ്പിക്കുന്നത്. CPM-ന്റെ കോട്ടയാർന്ന കൊടുമ്പ് പഞ്ചായത്തിൽ ദീപകിന്റെ നേതൃത്വത്തിൽ BJP നടത്തിയ വാശിയേറിയ പോരാട്ടത്തിൽ CPM-ന്റെ 3 വാർഡുകൾ പിടിച്ചെടുക്കുകയും 5 രണ്ടാമതെത്തുകയും ചെയ്തിട്ടുണ്ട്. അതിനിടെയാണ് ദീപക് പറഞ്ഞ വാക്ക് പാലിച്ച് സ്വർണ്ണ നാണയം നൽകിയത്. ജനം, പാലക്കാട്.